വീണ വിജയനെതിരെയുള്ള കുറ്റപത്രം SFIO തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ തെളിയണം. നൽകാത്ത സേവനത്തിന് 2,70,00,000 രൂപ വാങ്ങിയത് എന്തിനാണ് എന്ന് അറിയണമെന്നുള്ള ധീര പോരാട്ടം നടത്തിയ ആളാണ് ഷോൺ ജോർജ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ SFIയുടെ കുറ്റപത്രം പുറത്തു വരുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? കേരള സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കരിമണൽ, അതിന്റെ വരുമാനവും ചില സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വർഷക്കാലമായി നടത്തുന്ന ഒരു അഴിമതിയുടെ കഥയാണ് SFI അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് ഇവിടെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇത് കൂടുതൽ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുറകിൽ കാശ് വാങ്ങിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഇനി ആവശ്യമുണ്ട്. കൂടുതൽ ഏജൻസികൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കേരള സമൂഹത്തോട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കള്ളനാണ് എന്ന് നമ്മൾ പറഞ്ഞത് അടിവരയിട്ട് ശരിയാണെന്ന് തെളിഞ്ഞ ഒരു അന്വേഷണമായിരുന്നു നടന്നത്. ആ അന്വേഷണം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളല്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനാ ചുമ്മാ ഒരാൾ കാശ് പറയുന്നത്? മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ തന്നെയാണ്. അത് കൃത്യമായിട്ട് തന്നെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പൊളിറ്റീഷ്യന് വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു നിമിഷം പോലും ഇനി സമയം കളയാതെ മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെക്കണം. അതോടൊപ്പം പാർട്ടി കോൺഗ്രസ് ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാർട്ടി കോൺഗ്രസ് തയ്യാറാകണം. അതാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യേണ്ടത്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഈ വാങ്ങിയ പണം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സത്യവാങ്മൂലം നൽകുമ്പോൾ മുഹമ്മദ് റിയാസും അതിൽ കാണിക്കേണ്ടതല്ലേ? ഇത് ഇല്ലാത്ത സേവനത്തിനാണ് വാങ്ങിയതെങ്കിൽ അപ്പോൾ അദ്ദേഹവും ഒരു കള്ളമല്ലേ ജനങ്ങളുടെ മുന്നിൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ചെയ്തിരിക്കുന്നത്? അപ്പൊ അദ്ദേഹവും രാജിവെക്കേണ്ടതല്ലേ? റിയാസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസ്, ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ ഈ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും മന്ത്രി റിയാസ് അറിഞ്ഞിരിക്കണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ 2019 കാലഘട്ടത്തിൽ മന്ത്രി റിയാസ് വീണ വിജയനുമായി ബന്ധമുള്ള വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ ഇതെല്ലാം അദ്ദേഹത്തിന്റെ അയോഗ്യതയ്ക്ക് വരെ കാരണമാകുന്ന വിഷയമാണ്. പക്ഷെ അതിലേക്കല്ല നമ്മൾ പോകുന്നത്. അത് ഇവിടെ ഷോൺ ജോർജ് മാത്രമല്ലല്ലോ, ഇതിന്റെ ആളുകൾ ധാരാളം ഉണ്ടല്ലോ. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ വന്ന് ആ പരാതി കൊടുക്കട്ടെ. ഞാനിപ്പോ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഇടപെട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഇവിടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാമൂഹിക പ്രതിബദ്ധതയുള്ള നേതാക്കളുണ്ട്, ഇവരൊക്കെ വരട്ടെ. ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു ഫോക്കസ് മാറിപ്പോയത് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ 100% മന്ത്രി റിയാസും അയോഗ്യനാകാൻ തക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ SFIയുടെ കുറ്റപത്രം വന്നത്. ഇത് എവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ എമ്പുരാനുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ കൂട്ടിയോജിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ഒരാൾ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർബന്ധമുണ്ട്. എന്താണ്? ഇങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ വഖഫ് ഭേദഗതി നിയമം ചർച്ച ചെയ്യപ്പെടുന്നു. ആ വഖഫ് ഭേദഗതി നിയമം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കണം. ഇപ്പോ CMRL കേസ് വന്നിരിക്കുന്നു, അത് ശ്രദ്ധ തിരിക്കണം. അതിനൊക്കെ വേണ്ടി അവർക്ക് എമ്പുരാൻ സിനിമയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി CMRLന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരോട് പറയാനാണ്? വിവരക്കേടല്ലാതെ ഇന്നലെ CPMന്റെ സമുന്നതനായ നേതാവ് AK ബാലൻ പറയുന്നത് 3 കോടതി തള്ളിയ വിജിലൻസ് കേസാണ്. ആ കേസ് ഈ കേസ് തമ്മിൽ യാതൊരു ബന്ധമില്ല. അത്രയും വിവരക്കേടാണ് വിളിച്ച് പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇതുമായി എങ്ങനെ ഇപ്പോ SFIയുടെ അന്വേഷണത്തിൽ തൃപ്തികരമാണോ? ഈ കൊടുത്ത പരാതികൾക്കൊക്കെ അടിസ്ഥാനത്തിൽ SFIയുടെ കുറ്റപത്രത്തിൽ തൃപ്തനാണോ ഷോൺ ജോർജ്? 100% SFIയുടെ അന്വേഷണം വളരെ തൃപ്തികരമാണ്. ആ അന്വേഷണ റിപ്പോർട്ട് SFI ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഏജൻസികൾ ഈ അന്വേഷണത്തിന്റെ ഇതിലുള്ള സെക്ഷൻസ് അനുസരിച്ച് കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് കയറി വരേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോ പറയുന്നത് 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ വിജയനുമേൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമായാണ് ഇന്നലെ മുതൽ ഇത് വാർത്താ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിനെങ്ങനെ നേരിടാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്? BJPയെ സംബന്ധിച്ച് BJPയുടെ നിലപാട് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. അയാൾ തൽസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ഇന്നലെ തന്നെ അതിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി അതിന്മേൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
മുഖ്യമന്ത്രി രാജിവെക്കും വരെ അതിന്റെ പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനം എന്നാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്.